എല്ലാ സൂര്യ TV പ്രേക്ഷകർക്കും സ്വർണ്ണമഴയിലേക്ക് സ്വാഗതം. നമ്മൾ എന്ത് ചെയ്താലും നല്ലതായാലും ചീത്തയായാലും എന്തിനേയും ഏതിനേയും നെഗറ്റീവായിട്ട് വിമർശിക്കുന്നവരുണ്ട്. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു ഗ്രാമത്തിൻ്റെ വഴിയരികിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഗ്രാമത്തിലുള്ള പല ആൾക്കാരും അദ്ദേഹത്തെ ഭിക്ഷക്കാരനെന്നും ഭ്രാന്തനെന്നും ഒക്കെ വിളിച്ച് അസഭ്യവർഷങ്ങൾ ചൊരിയുകയും ദേഹത്ത് കല്ലെറിയുകയും ഉപദ്രവിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഒത്തിരി ഉപദ്രവിച്ചപ്പോഴും അദ്ദേഹം ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ വഴിപ്പോക്കനായ ഒരാൾ ചോദിച്ചു, അങ്ങ് എന്താണ് ഇത്രയും പേര് ഇത്രയധികം സമയം നിങ്ങളെ ചീത്ത പറയുന്നു, ഉപദ്രവിക്കുന്നു, കല്ലെറിയുന്നു, എന്താ നിങ്ങൾ ഒന്നിനും പ്രതികരിക്കാത്തത് എന്ന് ചോദിക്കുകയും ഉടനെ ബുദ്ധൻ അതിന് മറുപടിയായിട്ട്, ഇതിനു മുൻപ് ഞാൻ മറ്റൊരു ഗ്രാമത്തിൽ പോയിരുന്നു. ആ ഗ്രാമത്തിലുള്ളവർ എനിക്ക് പഴങ്ങളും കായ്കളും ധാരാളം തിന്നുന്ന വസ്തുക്കളും ഒരുപാട് സ്നേഹത്തോടെ എനിക്ക് തരികയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയുമ്പോൾ ഈ വസ്തുക്കളൊക്കെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകും? അത് ആർക്കാണോ ആ വസ്തുക്കൾ സ്വന്തം അവരിലേക്ക് തിരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ അസഭ്യങ്ങളോ ഈ ഉപദ്രവങ്ങളോ ഞാൻ സ്വീകരിച്ചിട്ടില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും ആർക്ക് സ്വന്തമാണോ അവിടേക്ക് മടങ്ങിപ്പോകും എന്ന്. അതുപോലെ ഏത് കാര്യത്തിനും നല്ല ചിന്താഗതിയോടുകൂടി പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടായാൽ എല്ലാത്തിനും ഒരു നല്ല റെമഡി ഉണ്ടാവും. അങ്ങനെയുള്ള നല്ല മനസ്സുകളെ വാഴ്ത്തിക്കൊണ്ട് നല്ല മനസ്സോടുകൂടി ഇന്നത്തെ സ്വർണ്ണമഴ ഇവിടെ ആരംഭിക്കാം. ആദ്യം നമുക്ക് ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടാം. ടീം എ, ഇനി ടീം ബി, ഇനി രണ്ട് ടീമിന്റെയും ക്യാപ്റ്റൻ ആരെന്ന് നോക്കാം. ടീം എയുടെ ക്യാപ്റ്റൻ ആരാണ്? എൻ്റെ പേര് വേണു, ബ്യൂറേസ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നു. ജന്മസ്ഥലം ആലപ്പുഴ, സ്ഥിരതാമസം പട്ടാമ്പി. സാറിന്റെ വൈഫ്? ഭാര്യ ജോമി, ഹൗസ് വൈഫ്. സാർ? എൻ്റെ പേര് രാജൻ. അടുത്തത് ദിവ്യ, MA പഠിക്കുന്നു. മോൾ? My name is Vismaya. I'm studying in 4th standard. പാട്ട് പാടുവോ? ആണോ? ഓ, അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ട് പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടാം കേട്ടോ. എല്ലാവർക്കും ആശംസകൾ, ധാരാളം സമ്മാനങ്ങൾ കിട്ടട്ടെ. ടീം ബി, ക്യാപ്റ്റൻ? എൻ്റെ പേര് ഗോകുമാർ, ഞാൻ ഓഡിയോ വിഷ്വൽ പ്രോഗ്രാം സെന്റർ വർക്ക് ചെയ്യുന്നു. സാറിന്റെ വൈഫ്? ഞാൻ സിന്ധു, ഓഡിയോ വിഷ്വൽ വർക്ക് ചെയ്യുന്നു. സാർ? ഗോപാലകൃഷ്ണൻ നായർ, റിട്ടയർഡ്, എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ്. എൻ്റെ പേര് ലക്ഷ്മി, ഞാനിപ്പോൾ BSc കഴിഞ്ഞിട്ട് MLTക്ക് പഠിക്കുന്നു. മോൾ? എൻ്റെ പേര് അർച്ചന, ഞാൻ ഇപ്പോൾ 6th പഠിക്കുന്നു. 6th പഠിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ, ധാരാളം സമ്മാനങ്ങൾ കിട്ടട്ടെ. നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. നമ്മൾ ഒന്നാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ്. ഇതിന്റെ കണ്ടീഷൻസ് ഒക്കെ അറിയാമല്ലോ. രണ്ട് ടീമിന്റെയും 5 മെമ്പേഴ്സിനോടും 10 ചോദ്യങ്ങളാണ്. എല്ലാവർക്കും കൂടിയായിട്ട് ഓരോ ചോദ്യത്തിനും 2 ഗ്രാം സ്വർണം വീതം സമ്മാനമായിട്ടുണ്ടായിരിക്കും. ആദ്യം രണ്ട് ടീമിന്റെയും കുട്ടീസ്, മോൾ ആൻഡ് മോൾ വരൂ. ഞാൻ അവിടെ നിന്ന് വരുമ്പോഴേ ശ്രദ്ധിച്ചു, നേരെ സ്വർണത്തിലോട്ട് നോക്കിയാ ഓടി വരുന്നേ. എല്ലാ ചോദ്യത്തിനും ഉത്തരം കറക്റ്റായിട്ട് പറയോ? നേരത്തെ പറഞ്ഞല്ലോ എന്നോട് പാട്ട് പാടാമെന്ന്. പാടുവോ? എന്നാ ഒരു പാട്ട് പാടി. താമരക്കുരുവയ്ക്ക് തട്ടമിട്, തങ്കക്കിനാവിന് കമ്മലിട്, അരിമുലക്കരുത്ത് ഏലസിട്, സുറുമക്കണ്ണെഴുതിയ കോലമിടം. കിടക്കട്ടെ, കോലമിട് നമ്മൾ എഴുതുന്ന വരി കിടക്കട്ടെ. അടുത്ത വരി. വരുന്നുണ്ടേ വിമാന ചിറകിൽ സുൽത്താൻമാരൊത്തൊരുമി ചിരിക്കാൻ, ആരാണാ ബേബി ഇതിലാരാണാ ഹൂറി, ഇതിലാരാണാ ബേബി ഇതിലാരാണാ ഹൂറി. മോളെ, ഓരോ ചോദ്യത്തിനും 2 ഗ്രാം വീതമാണ് സമ്മാനം. ആലോചിച്ച് ഉത്തരം പറയണം. ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. കേരള നിയമസഭാ മന്ദിരം ഏത് സ്ഥലത്താണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി കൊല്ലം. തിരുവനന്തപുരം ശരിയായ ഉത്തരവാണ്. 2 ഗ്രാം സ്വർണ്ണം എടുക്കാം. അർച്ചനയ്ക്കുള്ള ചോദ്യമാണ്. കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ല ഏത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പത്തനംതിട്ട, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി വയനാട്. കാസർഗോഡ് ശരിയായ ഉത്തരമാണ്. 2 ഗ്രാം സ്വർണ്ണം എടുക്കാം.
2 ഗ്രാം സ്വർണം രണ്ടുപേരും തുല്യമായിട്ട് സമ്മാനം നേടിയിരിക്കുകയാണ്. താങ്ക് യു. അടുത്ത പാർട്ടിസിപ്പൻസ് വരൂ. ദിവ്യ, ലക്ഷ്മി. എന്താണ് ദിവ്യയുടെ ഹോബീസ്? ഞാൻ ഗ്ലാസ് പെയിന്റ് ചെയ്യും, പിന്നെ TV വെച്ച് മ്യൂസിക് കേൾക്കും. ഗ്ലാസ് പെയിന്റ് ചെയ്യുന്ന അത് നമ്മുടെ വീട്ടിലൊക്കെ ഷോയ്ക്ക് വെക്കുന്നതൊക്കെ ആയിട്ടല്ലേ? ഓക്കെ. അപ്പൊ എവിടെയാ വർക്ക് ചെയ്തെന്ന് പറഞ്ഞേ? പഠിക്കുകയാണ് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ. എന്താണ് ഇനി അത് കഴിഞ്ഞ് ഫ്യൂച്ചറിൽ എന്താ പ്ലാൻ? B.Ed ചെയ്യണം, ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം. ടീച്ചറായിട്ട് ചുരുളൊക്കെ വെച്ച് പിള്ളേരെയൊക്കെ പഠിക്കണം അല്ലേ? എനിക്കും ടീച്ചർ ആവാനായിരുന്നു ഇഷ്ടം. ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം 1. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ്: A. മനില, B. ടോക്കിയോ, C. ഹോങ്കോങ്, D. സിംഗപ്പൂർ. A. മനില ശരിയായ ഉത്തരവാണ്. എടുത്തോളൂ. 2 ഗ്രാം സ്വർണം. ഊഹിച്ച് കറക്കി കുത്തിയതാണോ ശരിക്കും പറഞ്ഞാണോ? കറക്കി കുത്തിയതാ. ആണോ? അപ്പൊ ഭാഗ്യമുണ്ട്. അപ്പൊ ലക്ഷ്മിയുടെ ഹോബീസ് ഒക്കെ എന്തൊക്കെയാണ്? പാട്ട് കേൾക്കുക, TV കാണുക. പാട്ട് പാടുവോ? പാടും, പക്ഷെ ഇപ്പൊ തൊണ്ടയ്ക്ക് സുഖമില്ല. സുഖം. എനിക്കും തൊണ്ടയ്ക്ക് ഇത്തിരി സുഖം. എന്നാലും സുഖമില്ലാത്ത തൊണ്ടയിലെ പാട്ട് എന്നും പറഞ്ഞൊരു പാട്ട് പാടിയാൽ അങ്ങനെയല്ലേ ചില പാട്ടുകളൊക്കെ ഇല്ലേ? സുഖമില്ലാത്ത തൊണ്ടയുള്ളവർക്കും പാട്ട് പാടണ്ടേ ഈ ലോകത്ത്? അപ്പോഴോ ഒരു പാട്ടാണ്. ഗംഗാ യമുന സംഗമ സമതല ഭൂമി സ്വർഗീയ സുന്ദര ഭൂമി സ്വതന്ത്ര ഭാരത ഭൂമി. ഗംഗാ യമുന സംഗമ സമതല ഭൂമി സ്വർഗീയ സുന്ദര ഭൂമി സ്വതന്ത്ര ഭാരത ഭൂമി. ഇതൊരു തരം പറ്റിപ്പായിപ്പോയി കേട്ടോ. സുഖമില്ലാത്ത തൊണ്ടയിൽ ഇത്രയും മനോഹരമായിട്ട് പാട്ട് വരുമെങ്കിൽ നല്ല സുഖകരമായിട്ടുള്ള തൊണ്ടയിൽ അയ്യടാ നന്നായിരുന്നു കേട്ടോ. കൊടുക്ക്, കൈ കൊടുക്ക്. താങ്ക് യു. നല്ല പാട്ട്. ചോദ്യം ചോദിക്കട്ടെ? ബുദ്ധഗയ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻസ്: A. ബീഹാർ, B. ഹിമാചൽ പ്രദേശ്, C. ഉത്തർപ്രദേശ്, D. ഉത്തരാഞ്ചൽ. ബുദ്ധഗയ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? A. ബീഹാർ, B. ഹിമാചൽ പ്രദേശ്, C. ഉത്തർപ്രദേശ്, D. ഉത്തരാഞ്ചൽ. A. ബീഹാർ. A. ബീഹാർ ശരിയായ ഉത്തരവാണ്. 2 ഗ്ലാസ് സ്വർണ്ണം എടുക്കാം. താങ്ക് യു ലക്ഷ്മി. താങ്ക് യു ദിവ്യ. നെക്സ്റ്റ് പാർട്ടിസിപ്പൻസ് വരൂ. ജോമി നല്ല പ്ലസന്റ് ആയിട്ട് ചിരിച്ച് നല്ല മിടുക്കിയായിട്ടായിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സാരിയുടെ കളർ ഇഷ്ടപ്പെട്ടു, മാല ഇഷ്ടപ്പെട്ടു, പൊട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ? ഹോബീസ് കുക്കിംഗ്, എംബ്രോയിഡറി ഒക്കെ. വഴക്കുണ്ടാക്കോ? ഇല്ല, വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. ചിലപ്പോൾ എനിക്ക് ചില സമയത്ത് ഹോബിയുണ്ട്, വഴക്കുണ്ടാക്കുന്ന ഹോബി. ഒന്നുമില്ല അല്ലേ? പൊതുവെ ഇങ്ങനെ വഴക്കൂടാൻ ആരുമില്ല, മത്സരിക്കാൻ ആളില്ല ഫാമിലിയിൽ. വളരെ ഒരു സ്ത്രീയുടെ ഏറ്റവും വേദനാജനകമായ ഒരു സംഗതിയാണ് കേട്ടോ. കുടുംബത്തിലാരും വഴക്കൂടാൻ ഒന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ? അപ്പൊ ആരാണ് വീട്ടിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? രണ്ടുപേരും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കും. ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം 1. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന്റെ രചയിതാവ് ആര്? ഓപ്ഷൻസ്: M. മുകുന്ദൻ, B. O.V. വിജയൻ, C. ആനന്ദ്, D. V.K.N. ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ രചയിതാവ് B. O.V. വിജയൻ ശരിയായ ഉത്തരവാണ്. 2 ഗ്ലാസ് സ്വർണ്ണം എടുക്കാം. ചെയ്യട്ടെ? സിന്ധു അല്ലേ? സിന്ധു പാട്ടൊക്കെ പാടൂ? പാടും. അപ്പൊ പാടുന്നു. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, ഒന്നു പിടങ്ങാതെ ഒന്നുകൂടെ പൊരു പൂവേ, മാനത്തെ കൂട്ടിൽ വന്നു മൈനയുറങ്ങിയില്ലേ, താരാട്ടു പാട്ടിൻ മണിത്തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാഞ്ചിൽ വാതിലിൽ എന്തേ മുട്ടില്ല, എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. ആദ്യമേ തന്നെ എന്റെ ഒരു പാട്ട് പാടി എന്നെ കുപ്പിക്കകത്തിറക്കി അടച്ചു. ഞാൻ പുറത്ത് ചാടിയിരിക്കുകയാണ് ചോദ്യം ചോദിക്കാനായിട്ട്. അല്ലെങ്കിൽ എന്തിനെ പറ്റി എനിക്ക്? അല്ല, എന്റെ വാവ 1 വയസ്സേ ആയിട്ടുള്ളൂ. ഈ പാട്ട് കേട്ടാല് അവള് ഭക്ഷണം കഴിച്ചോളും, ഇറങ്ങിക്കോളും, എല്ലാം ചെയ്യും. ഞാൻ അതിന് വേണ്ടിട്ട് CD റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാട്ട് മാത്രമായിട്ട്. ഓ വെരി ഗുഡ്.
നല്ല നല്ല വാർത്ത കേൾക്കുന്നതിന് നല്ല സന്തോഷമുണ്ട്. എൻ്റെ മോക്കും വലിയ ഇഷ്ടമുള്ള പാട്ടായത്. ചോദ്യം ചോദിക്കട്ടെ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ ബാലഗംഗാധര തിലക്, ബി ഗാന്ധിജി, സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഡി രാജാറാം മോഹൻ റായ്. എ ബാലഗംഗാധര തിലക്. ഉത്തരം ശരിയാണ്. 2 ഗ്രാം സ്വർണ്ണം എടുക്കാം. നന്ദി നന്ദി. അടുത്ത പാർട്ടിസിപ്പൻസ് വരൂ. ആദ്യമായിട്ടാണോ മത്സരത്തിനൊക്കെ പോകുന്നത്? ആദ്യമായിട്ട്. ഓ, എന്തായിരുന്നു അവിടുന്ന് വരുമ്പം ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രതികരണം എന്തായിരുന്നു? മത്സരത്തിന് പോകുന്നു അടിച്ചു മാറ്റി മുഴുവൻ കൊണ്ടുവരണം പറഞ്ഞു. മൊത്തം കൊണ്ടുവരണം, അടിച്ചു മാറ്റി മൊത്തം കൊണ്ടുവരാൻ. ആഹാ, അപ്പൊ എല്ലായിടത്തും ഒരു കണ്ടു വേണം. തന്നില്ലെങ്കിൽ അടിച്ചോണ്ട് കൊണ്ടുപോകും. അയ്യോ, നേരത്തെ പറഞ്ഞാ ഞാൻ ആൾക്കാരെയൊക്കെ റെഡി പറഞ്ഞത്. അതുകൊണ്ട് തുറന്ന് പറഞ്ഞിട്ട് മതി. നമ്മൾ എന്തിനാ രഹസ്യമായിട്ട് കൊണ്ടുപോകുന്നത്? നേരിട്ട് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. ഏറ്റു. ചോദിക്കട്ടെ. ചോദിച്ചോളൂ. കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലറായ ആദ്യ വനിത. ഓപ്ഷൻസ്: എ നളിനി നെറ്റോ, ബി ഉഷ ടൈറ്റ്സ്, സി ജാൻസി ജെയിംസ്, ഡി പ്രൊഫസർ നബിസ ഉമാൾ. സി ജാൻസി ജെയിംസ്. സി ജാൻസി ജെയിംസ് ശരിയായ ഉത്തരവാണ്. 2 ഗ്രാം സ്വർണ്ണം എടുക്കാം. 2 എടുത്തിട്ടുള്ള ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അടിച്ചു മാറ്റുന്ന ആൾക്കാരാണ്. എന്നാലും പറഞ്ഞ 5 എടുക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? എന്താണ് ഹോബീസ് ഒക്കെ? പാട്ട് കേൾക്കും, ടി വി കാണും, ഇടയ്ക്കൊക്കെ വായിക്കാറൊക്കെ ഉണ്ടോ? പുസ്തകം ഇടയ്ക്കൊക്കെ വായിക്കാറ്. യാത്രയൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണോ? യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ്. ഫാമിലി ആയിട്ടുള്ള യാത്രകളൊക്കെ ഒക്കെ ഉണ്ടാവും. ഓക്കെ. ഫ്രണ്ട്സ് ഒക്കെ നല്ലോണം പ്രോത്സാഹിപ്പിച്ചോ മത്സരത്തിൽ? പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്വർണ്ണമെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ വാനം കാക്കണേന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടോ? പറഞ്ഞല്ലേ? ഓക്കെ. ചോദിക്കട്ടെ. ചോദ്യം 2. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻസ്: എ ഉമിനീർ ഗ്രന്ഥി, ബി പാൻക്രിയാസ്, സി കരൾ, ഡി പിറ്റ്യൂട്ടറി. സി കരൾ. ശരിയായ ഉത്തരവാണ്. 2 ഗ്രാം സ്വർണ്ണം എടുക്കാം. തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു സാർ. താങ്ക് യു. നെക്സ്റ്റ് പാർട്ടിസിപ്പൻസ് വരൂ. സാർ അങ്ങനെ രാജൻ അല്ലേ? സാർ അങ്ങനെയാണ് പൊതുവേ നല്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കുടുംബനാഥനാണോ? അത് വളരെ സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യും? സോഫ്റ്റ് ആണ്. പിള്ളേരെയൊക്കെ അടിക്കുമായിരുന്നു കൊച്ചിലെ? അടിക്കത്തില്ല. എന്നാലും ആരെങ്കിലും ഒരാൾ വീട്ടിൽ ശിക്ഷിക്കണമല്ലോ. അത് ആരായിരിക്കും ചെയ്യുന്നത്? ഞാൻ വല്ലപ്പോഴും ശാസിക്കുകയൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. അത് കഠിനമായി ശിക്ഷിക്കുന്ന ഒന്നുമല്ല. ഓക്കെ. എന്നാ ചോദിക്കട്ടെ. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാണ്? ഓപ്ഷൻസ്: എ കണ്ണൂർ, ബി വിയ്യൂർ, സി കാട്ടാക്കട, ഡി പൂജപ്പുര. എ കണ്ണൂർ, ബി വിയ്യൂർ, സി കാട്ടാക്കട, ഡി പൂജപ്പുര. സി കാട്ടാക്കട. ഉറപ്പിക്കാം. ശരിയായ ഉത്തരവാണ്. സി കാട്ടാക്കട ശരിയായ ഉത്തരവാണ്. സാറിനുള്ള 2 ഗ്രാം സ്വർണ്ണം എടുക്കാം. എന്തായിരുന്നു സാറിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? പാടും. വീട്ടിലെല്ലാവരും സംഗീതത്തോട് താല്പര്യമുള്ളവരല്ലേ? ഇല്ല, മോള് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരും നല്ലോണം സ്മാർട്ടായിട്ട് പാടിയല്ലോ. സാറിന് ഇഷ്ടമാണോ പാട്ടൊക്കെ? കേൾക്കാനും ചെറുതായിട്ട് മൂളാനും ഇഷ്ടം. കേൾക്കാനും ഇഷ്ടം, ചെറുതായിട്ട് മൂളാനും ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് മൂളി. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, അന്ന് നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നന്നായിരുന്നു. ചോദ്യം ചോദിച്ചു. കളിയച്ഛൻ എന്ന പ്രശസ്തമായ കവിത രചിച്ചത് ആര്? ഓപ്ഷൻസ്: എ പി കുഞ്ഞിരാമൻ നായർ, ബി ONV കുറുപ്പ്, സി MP അപ്പൻ, ഡി വയലാർ. കുഞ്ഞിരാമൻ നായർ. എ പി കുഞ്ഞിരാമൻ നായർ. ഉത്തരം ശരിയാണ്. സാറിന് 2 ഗ്ലാസ് സ്വർണ്ണം എടുക്കാം. നന്ദി സാർ, നന്ദി. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു.
ഓരോ ടീമും എത്ര ഗ്രാം സ്വർണം നേടിയിരിക്കുന്നു എന്നറിയുന്നതിന് മുൻപ് ചെറിയൊരു കാത്തിരിപ്പ്.